you in the precious name of our Lord and Savior Jesus Christ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി സ്തോത്രം. നല്ലൊരു ദിവസത്തെ കൂടി ദൈവം ദാനം നൽകി. ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ സൺഡേയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് ആരോഗ്യവും ബലവും ഒക്കെ തന്നു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം നിങ്ങൾ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്ന ഇസ്രായേൽ ജനതയെ നോക്കിക്കൊണ്ട് പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരുവീൻ എന്നുള്ള ആഹ്വാനം. അതാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത്. ദൈവം പ്രവാചകനായ യെശയ്യാവിനെ തൻ്റെ കരങ്ങളിലെടുക്കുകയും ഹൃദ്യമായി തൻ്റെ ജനത്തോട് സംഭാഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, വരാനിരിക്കുന്ന സഭ, ഇവയെല്ലാം ദിവ്യ ദർശനത്തിലൂടെ കാണുകയും അവയെ പ്രവചന രൂപത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്ത ശ്രേഷ്ഠനായ പ്രവാചകരിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിയാണ് യെശയ്യാവ്. എന്നാൽ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഞാൻ വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം യെശയ്യാ 55-ന്റെ 8-9 വാക്യങ്ങളാണ്. അതിപ്രകാരമാണ്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരമല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്നാണ് കർത്താവ് അരുളിച്ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും ശ്രേഷ്ഠതയുള്ളതാണ്. അത് നമ്മുടെ ചിന്തകളെക്കാളും വഴികളെക്കാളും ഉന്നതിയിൽ നിലനിൽക്കുന്നതാണ് എന്നർത്ഥം. എന്നാൽ ദാഹമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം തൻ്റെ വഴി കാട്ടും. നമുക്ക് ദൈവത്തെ അറിയണം എന്നുള്ളൊരു അന്വേഷണ ബുദ്ധി ഉണ്ടെങ്കിൽ ദൈവം നമ്മോട് ഹൃദ്യമായി തൻ്റെ ആലോചനകൾ തന്ന് തൻ്റെ വഴിയിൽ നടത്തുമെന്നുള്ള ഒരു ദൃഢമായ ഉറപ്പും ദൈവം നമുക്ക് തരുന്നു. അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും പലിശയും കൂടാതെ വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഒരു ദാഹമുള്ള ഒരു വ്യക്തിക്ക്, ആത്മീയമായ വിശപ്പുള്ള ഒരു വ്യക്തിക്ക് താൻ വഴി കാട്ടും, താൻ അവരെ തൃപ്തിപ്പെടുത്തും എന്നുള്ളൊരു ഒരു വലിയ വാക്തത്വവും ദൈവം ഇതോടുകൂടെ നമുക്ക് തരികയാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ മനുഷ്യൻ തൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ അളക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവന് പറ്റുന്ന അമളി അഥവാ അബദ്ധം. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ പരിമിതമായ ബുദ്ധിയിൽ ദൈവത്തെ കാണുവാനും ദൈവത്തെ അളക്കുവാനും ശ്രമിക്കുന്ന ഒരു മനോഭാവം മനുഷ്യനിലുണ്ട്. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴി, അത് ഉന്നതമാണ്. മനുഷ്യനെപ്പോഴും ഗർവിയാണ്. ആദമിലുണ്ടായിരുന്ന ഹവ്വയിലുണ്ടായിരുന്ന ആ മനോഭാവം നൈസർഗികമായി എല്ലാ മനുഷ്യനിലും ഇന്നും കൊടികൊള്ളുന്നു, അഹം എന്ന ഭാവം. എന്നാൽ ദൈവം ഇച്ഛിക്കുന്നത് അഹം എന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ച് ആ ഭാഗത്ത് ക്രിസ്തുവിനെ നിറയ്ക്കണമെന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമുക്ക് എത്തപ്പെടാനും മനസ്സിലാക്കുവാനും കഴിയാത്ത കാര്യങ്ങൾക്ക് ദൈവം പ്രവർത്തിക്കുന്നില്ല അഥവാ ദൈവം ഇല്ല എന്നുള്ള നിലപാടിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത മനുഷ്യനുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ചിന്തകൾ എപ്പോഴും ഭൗമികമാണ്. കാരണം അവൻ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ്. എന്നാൽ വീണ്ടും ജനനം പ്രാപിക്കുന്നത് വരെ ദൈവികമായ എസൻസ് അവനിലില്ല. അവൻ ഭൗമികമായതേ അവന് ചിന്തിക്കാൻ കഴിയൂ. എന്നാൽ വീണ്ടും ജനനമെന്ന് പറയുമ്പോൾ ഒരു ആത്മാവ് വെളിയിൽ നിന്ന് വരികയാണ്. അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിലേക്ക് വരുന്നു വീണ്ടും ജനനത്തിലൂടെ. അത് ഉയരത്തിൽ നിന്നുള്ളതാണ് വീണ്ടും ജനനാനുഭവം. അപ്പോൾ അവന് ഉയർന്നതും ഉന്നതവും ദൈവികവും ആത്മീയമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയാകും. നമ്മൾ സമയം കൊണ്ട് നമ്മുടെ സമയത്ത് പ്രാർത്ഥിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അളക്കും, ദൈവം പ്രാർത്ഥന കേട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ക്ലേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് പോലും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്.
നമ്മുടെ പാപം കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്നകന്നു പോകാം. അതുപോലെ നമ്മുടെ ഭയം, ദൈവത്തോട് അടുക്കുവാനുള്ള ഭയം, ഇതിൽ നിന്ന് ദൈവത്തിൽ നിന്നകലാം. അതുപോലെ തന്നെ നമ്മുടെ സ്വാർത്ഥതകൾ കൊണ്ട്, ഇത് സ്വാർത്ഥത ഉള്ളവനാണ് മനുഷ്യൻ. സ്വയം സ്വാർത്ഥത, എൻ്റേതായ കാര്യങ്ങൾ, അതിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിലൂടെ നമ്മൾ ദൈവമുഖം അന്വേഷിക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് അന്യമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും നോക്കി ദൈവത്തെ അളക്കുവാൻ നമുക്ക് കഴിയത്തില്ല. എനിക്ക് നന്മ വരുന്നത് കൊണ്ട് ദൈവം നല്ലവനാണെന്നും, അല്ല എൻ്റെ ജീവിതത്തിൽ ചില ക്ലേശങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുന്നു അതിനാൽ ദൈവം തിന്മയുള്ളവനാണ് എന്നും പറയുവാൻ നമുക്ക് സാധിക്കത്തില്ല. കർത്താവ് നാം കാണുന്ന ടൈം സ്പാനിലല്ല കാര്യങ്ങളെ കാണുന്നതും നാം ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കുന്നതും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എനിക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ മര്യാദയ്ക്കൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണല്ലോ, കൊള്ളരുതാതെ ജീവിക്കുന്നവർക്കൊന്നും ഇങ്ങനെയൊന്നും ഭവിക്കുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ദൈവം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കിങ്ങനെ ഭവിക്കുമായിരുന്നോ? അത് ഒരു ചോദ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോകുന്ന ഒരു മാനവരാശിയെ നമുക്കിന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുകയാണ്, കുഞ്ഞേ, നിൻ്റെ ചിന്ത പോലെയല്ല എൻ്റെ ചിന്തകൾ, നിൻ്റെ വഴി പോലെയല്ല എൻ്റെ വഴികൾ എന്നാണ് ദൈവത്തിന് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ സമയപരിധി കൊടുത്തിട്ടുണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ. ഈ സമയത്തിനുള്ളിൽ അത് നടക്കണം. എന്നാൽ ദൈവം ആദ്യം തന്നെ അവസാനം കാണുന്നവനാണ്. നാം വൈകിപ്പോയി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് കൃത്യസമയത്താണ്, തൻ്റെ കൃത്യസമയത്താണ് ചെയ്യുന്നത്. നമുക്ക് തോന്നി അയ്യോ വൈകിപ്പോയി, ഞാൻ എത്രയോ നാൾ കാത്തിരുന്നു ഒരു സൗഖ്യം പ്രാപിപ്പാൻ, അല്ലെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി നൽകാൻ, ലഭിപ്പാൻ. എന്നാൽ നമ്മൾ ചിന്തിച്ച് വൈകിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിന് പറയാനുള്ളത് അത് കൃത്യസമയത്ത്, എൻ്റെ സമയത്ത് നിറവേറി എന്നാണ് ദൈവത്തിന് പറയാനുള്ളത്. ഹല്ലേലൂയ. മനുഷ്യൻ പറയും, നിൻ്റെ പ്രയത്നം കൊണ്ട് നീ സ്വർഗത്തെ പ്രാപിക്കണം, പ്രയത്നം കൊണ്ട്. അതുകൊണ്ടാണ് പലരും പല സാഹസങ്ങളൊക്കെ ചെയ്യുന്നത്. സ്വർഗത്തിൽ പാൻ, നിവേദ്യങ്ങൾ അർപ്പിക്കുക, യാഗങ്ങൾ അർപ്പിക്കുക, അല്ലെങ്കിൽ മണ്ണിൽ കൂടെ കിടന്ന് ഉരുളുക എന്നുമെല്ലാം പല കാര്യങ്ങൾ അവർ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി അവരുടെ പ്രയത്നം കൊണ്ട് രക്ഷ ലഭിക്കും എന്നുള്ള രീതിയിൽ സ്വർഗം ലഭിക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവർ ചിന്തിക്കുന്നത് അവരുടെ സ്വയം പ്രയത്നം കൊണ്ട് അവർ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ ആ ഭൗമികമായി വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നോർമലായിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ വരുന്നത്. എന്നാൽ അതല്ല, ഈ ഭൗമികമായ ജഡീകമായ ഒരു ശുദ്ധീകരണം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്തയാണ് പല റിലിജിയനും പഠിപ്പിക്കുന്നത്. എന്നാൽ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം, നമ്മെ തൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം. ലോകത്തിന് നമ്മളോട് പറയാനുള്ളത്, നിൻ്റെ പാപങ്ങൾക്ക് നീ വില കൊടുക്കണം. നിൻ്റെ പാപം മാറാനായിട്ട് നീ ഈ ചരലിൽ കൂടെ ഉരുളണം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പുകളൊക്കെ മുട്ടയിൽ കയറണം. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചില നിയമങ്ങളൊക്കെ മതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാറുണ്ട്. എന്നാൽ കർത്താവിന് പറയാനുള്ളത്, ഞാനാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിലും അവൻ്റെ തിരുനണത്തിലും നാം ചാരുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ആ പുണ്യാക രക്തം നമ്മളെ കഴുകുകയാണ്. പിന്നെ ആ കുറ്റഭാരതം കൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ നമ്മൾ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് പാപക്ഷമ പ്രാപിച്ച വിഷയങ്ങൾ പിന്നെയും പിന്നെയും കൊണ്ടുവരുന്നത് പിശാചാണ്. കാരണം കർത്താവ് ഒരിക്കൽ ക്ഷമിച്ചാൽ അത് ക്ഷമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെയും പിന്നെയും അത് കൊണ്ടുവരുന്നത് നമ്മളെ കുറ്റബോധത്തിലിട്ട്, നമ്മളിൽ നിന്ന് രക്ഷപ്പെടാനല്ല, വീണ്ടും ആ കുറ്റബോധം കൊണ്ട് നമ്മളെ കെട്ടിയിടുവാൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പിശാച് പിന്നെ ഇങ്ങനെ കൊണ്ടുവരും, നീ നഷ്ടപ്പെട്ടവന്, നിനക്കൊരിക്കലും രക്ഷപ്പെടാനൊക്കത്തില്ല, നീ അത് ചെയ്തു ഇത് ചെയ്തു അത് പറഞ്ഞു ഇത് പറഞ്ഞു, നിനക്ക് രക്ഷയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് പറയാനുള്ളത്, എൻ്റെ രക്തം സകല പാവം പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ കർത്താവിനോട് ക്ഷമ ചോദിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്ന സകല ലംഘനങ്ങളും പാവങ്ങളും എന്നേക്കുമായി കർത്താവ് തുടച്ചു നീക്കുന്നു.
കർത്താവ് പാപം ചെയ്ത ആ സ്ത്രീയോട് പറഞ്ഞ എന്തുവാ? ഇനി ആരും ശിക്ഷിച്ചില്ലേ? അവൾ പറഞ്ഞില്ല. ഇപ്പോൾ പാപിനിയായ ഒരു സ്ത്രീ അവിടെ നിൽക്കുകയാണ്. പാപം ഇല്ലാത്തവൻ, പാപം തീണ്ടിയിട്ടില്ലാത്തവൻ, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, ആ യേശു അവിടെ നിൽക്കുക. യേശു പറയാം, കുഞ്ഞ് നിനക്ക് ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി പാപം ചെയ്യരുത്. കർത്താവിന് ഇതേ പറയാനുള്ളൂ. നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. ക്ഷമിച്ചതുകൊണ്ട് നനഞ്ഞിടം പിന്നെയും കുഴിയാമെന്ന് കരുതി അതിൽ തന്നെ കിടന്ന് ഉരുളുകയല്ല, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് ആ പാപത്തിലേക്ക് പിന്നെ കടന്നു പോകാതെ ഇരിക്കത്തക്കവണ്ണം ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ശുദ്ധീകരണത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിശാച് പറഞ്ഞ് നിനക്കതിനൊന്നും കഴിയത്തില്ല, നിനക്ക് വിശുദ്ധനായി നിൽപ്പാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നത് എന്താ? എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തൻ. അതാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളോട് പറയാനുള്ളത്. നമ്മെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിലും ശക്തരാണ്. സ്വന്തം ശക്തിയിലും വിവേകത്തിലും ഊന്നുവാൻ പിശാച് നമ്മളെ ഉത്സാഹിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, എന്നിൽ ആശ്രയിക്കൂ, ഞാൻ നിന്നെ രക്ഷിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം, വിശുദ്ധ ജീവിതം നയിപ്പാൻ നിൻ്റെ പ്രയത്നങ്ങൾ അസാധ്യമാണ്, എന്നിൽ ആശ്രയിച്ചാൽ ഞാൻ നിന്നെ ജയോത്സവമായി നടത്തുമെന്നാണ് കർത്താവിന് പറയാനുള്ളത്. അപ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. എൻ്റെ കർത്താവിനാൽ എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. നമ്മെ കർത്താവ് രക്ഷിക്കുന്നത് തൻ്റെ കൃപയാലാണ്. നമ്മൾ ചെയ്ത ഒരു നന്മപ്രവൃത്തിയും കണ്ടുകൊണ്ടല്ല. നമ്മുടെ നന്മപ്രവൃത്തികളൊക്കെ കറ പുരണ്ട തുണി പോലെയാണെന്ന് ദൈവവചനം ശക്തമായി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. എന്നാൽ നമ്മെ കർത്താവ് രക്ഷിക്കുന്നത് തൻ്റെ കൃപയാൽ. കൃപ, കരുണ, ഗ്രേസ് എന്ന് പറഞ്ഞാൽ നാം അതിന് അർഹതയുള്ളവരായിട്ടല്ല, തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് കഴുകുക, കരുണ, കൃപയാൽ. അതിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്. നമുക്ക് അർഹതയില്ല, എന്നാൽ മനഃപൂർവ്വം ദൈവം നമ്മളോടത് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കൃപയാൽ നമ്മെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഈ ലോകം തോൽവി, പരാജയം എന്നൊക്കെ കരുതുന്ന പല കാര്യങ്ങളും ദൈവം വിജയത്തിനാക്കി തീർക്കുന്നവയാണ്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. ഉദാഹരണമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ മരണം കണ്ടപ്പോൾ യേശുവിൻ്റെ ശത്രുക്കൾ വിചാരിച്ചു യേശു പരാജയപ്പെട്ടു. പിശാചു കരുതി ദൈവം തോറ്റു. ഹല്ലേലൂയ. ഇതാണ് പിശാചും മനുഷ്യരുമൊക്കെ ചിന്തിച്ചത്. എന്നാൽ അത് നമുക്ക് വേണ്ടി ജീവൻ തന്നത് മൂലം മാനവരാശിക്ക് ജീവനെ തള്ളുകയാണ് കർത്താവ് ചെയ്തത്. മനുഷ്യൻ്റെ മുൻപിലും പിശാചിൻ്റെ മുൻപിലും തോൽവിയായി ക്രൂശ് മരണം അവശേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നഷ്ടപ്പെട്ട മാനവരാശിക്ക് ജീവൻ, ദൈവത്തിൻ്റെ വിജയമാണ് നമ്മളവിടെ കാണുന്നത്, തോൽവിയല്ല. ഹല്ലേലൂയ. തോൽവി എന്ന് ലോകം ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിജയമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ വഴി നിൻ്റെ വഴികളിൽ വലുതാണ്, എൻ്റെ ചിന്ത നിൻ്റെ ചിന്തയേക്കാൾ ഉന്നതമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ലജ്ജിതനായി എന്ന് ലോകം വിധി എഴുതി. കാരണം അവൻ്റെ മുഖത്ത് അവർ കാർക്കിച്ച് തുപ്പി. കൽവറി ക്രൂശിൽ അവൻ വിരൂപനായി കിടക്കുകയാണ്, മുഖത്തൊക്കെ അടിയേറ്റ്, രോമങ്ങളൊക്കെ പിഴുത് എടുക്കപ്പെട്ട്, രക്തം ശരീരത്തിൽ നിന്ന് വാർന്നൊലിച്ച്, കണ്ടാൽ ആളല്ലെന്ന് തോന്നത്തക്ക രീതിയിൽ വൈരൂപ്യത്തോടു കൂടി കിടക്കുമ്പോൾ പിശാചി കരുതിയത് യേശു തോറ്റു, പിതാവാം ദൈവം തോറ്റു, പരാജിതരായി തീർന്നു, ലജ്ജ വഹിക്കുന്ന യേശു. ഹല്ലേലൂയ. എന്നാൽ അത് കർത്താവിൻ്റെ മഹത്വമാണ്. അവൻ മരണത്തെ ജയിച്ചു, അവൻ പിശാചിനെ ജയിച്ചു, അവൻ പാതാളത്തെ ജയിച്ചു, കല്ലറയെ ജയിച്ചു, ജയാളിയായി പുറത്തു വന്നു. മനുഷ്യൻ്റെ മുൻപിൽ തോൽവി എന്ന് തോന്നുന്ന കാര്യങ്ങളെ വിജയകരമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രതികൂല പ്രയാസ വിഷയങ്ങളിൽ നമ്മളെ ശക്തിയോടെ മുന്നേറുവാൻ, ബലം തന്നു നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:25 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭോഷത്വം, ദൈവത്തിനൊരു ഭോഷത്വം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ജ്ഞാനത്തേക്കാൾ വലുതാണ് പൗലോസ് പറയുകയാണ്. എന്ന് പറയാണ് ദൈവത്തിന് ബലഹീനതയുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ദൈവത്തിനൊരു ബലഹീനതയുണ്ടെങ്കിൽ
അത് മനുഷ്യൻ്റെ ബലത്തേക്കാൾ ബലമേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ആശ്രയം യേശുവിലാണ്. ലോകം കാണുന്നത് പോലെയോ മനുഷ്യൻ വിഴുതിയെഴുതുന്നത് പോലെയോ അല്ല ദൈവം കാണുന്നത്. ഈ ദൈവത്തിൽ ആശ്രയിച്ചു പോയാൽ നമുക്ക് വിജയം ലഭിക്കും. ദൈവത്തിൻ്റെ വഴി വിഭിന്നമാണ്. ഹല്ലേലൂയ. കനാൻ ദേശത്തെത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനതയെ എവിടെ കൂടെ നടത്തിയത്? മരുഭൂമിയിലൂടെ നടത്തിയത്. അപ്പോൾ കനാനിലെത്തുവാൻ ഒരു മരുഭൂമിയിലൂടെയുള്ള വഴിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമുക്ക് ജോസഫിനെ കുറിച്ച് ചിന്തിക്കുക. ജോസഫ് ഈ തടങ്കലിലാക്കപ്പെട്ടു, ആ പൊട്ടക്കിണറ്റിലാകപ്പെട്ടു. പക്ഷേ സിംഹാസനത്തിലേക്ക് തന്നെ ഉയർത്തുകയായിരുന്നു ദൈവത്തിൻ്റെ പരിപാടി. അപ്പോൾ മനുഷ്യൻ്റെ പ്ലാനിൽ അവൻ്റെ സഹോദരന്മാർ ചിന്തിച്ചു ഇവനെ പൊട്ടക്കിണറ്റിലിട്ടു, ഇവന് പോട്ടെ. ഹല്ലേലൂയ. അതാണ് അവരുടെ വഴി. എന്നാൽ ദൈവത്തിൻ്റെ വഴി അതല്ല. നീ അവിടെ കിടന്നോ, പക്ഷേ ഞാൻ നിന്നെ അവിടുന്ന് കരം പിടിച്ച് ഉയർത്തും. നീ തടങ്കലിലാണോ? മനുഷ്യൻ ചിന്തിക്കുന്ന നിന്ദിതനായെന്ന്, നീ പരാജിതനായെന്ന്. എന്നാൽ എന്നിൽ ആശ്രയിക്കുന്ന എൻ്റെ പൈതലേ, ഞാൻ നിന്നെ ഉയർത്തും. ഞാൻ നിന്നെ കേവലം ഉയർത്തുകയല്ല, ഞാൻ നിന്നെ സിംഹാസനത്തിലേക്ക് ഉയർത്തും. മിസ്രൈമിൻ്റെ പ്രൈം മിനിസ്റ്റർ പൊസിഷനിലേക്ക് ദൈവം അവനെ ഉയർത്തിയതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചേർന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ യോസഫിൻ്റെ സഹോദരന്മാർക്ക് തന്നെ ഈ പൊട്ടക്കിണർ അവരുടെ ബുദ്ധിയിൽ ഒരു നികൃഷ്ടമായ അവസ്ഥയാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വഴി അതിലും വലുതാണ്, ഉന്നതമാണ്. അവിടെ നിന്ന് കരകയറ്റുന്ന ദൈവമാണ്. ദാവീദിന് നല്ലൊരു സമയം ഗുഹകളിൽ പാർക്കേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. ശൗലിനെ ഭയപ്പെടേണ്ടി വന്നു. പല രീതിയിലും അവൻ കഷ്ടപ്പെട്ടിരിക്കാം, ഭക്ഷണമില്ലാതെയും ദാഹിച്ചുമൊക്കെ. നമുക്കറിയാമല്ലോ, ഒരു പ്രാവശ്യം ദാഹിച്ച് വെള്ളം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. എന്നാൽ തങ്ങളുടെ ജീവനെ പണയം വെച്ചുകൊണ്ട് വെള്ളം കൊണ്ടുവന്നപ്പോൾ ആ വെള്ളം കുടിക്കുവാൻ ദാവീദിന് മനസ്സ് വന്നില്ല. അതൊരു യാഗമായിട്ട് അവിടെ ഒഴിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന വീണ്ടും ദാഹിച്ചിരിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ ഗുഹാജീവിതത്തിൽ. എന്നാൽ ആ ഗുഹയിൽ എന്നേക്കും കിടക്കുക എന്നുള്ളതല്ല ദാവീദിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വഴി. അവനെ പിടിച്ചു കയറ്റി, ഹല്ലേലൂയ, അവനെ സിംഹാസനസ്ഥനാക്കിക്കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് ലോകത്തെ ഭരിക്കുമ്പോൾ ദാവീദിൻ്റെ സിംഹാസനം ഞാൻ അവന് നൽകുമെന്ന് പറയത്തക്കവണ്ണം ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് വഴി നടത്തി ആ ഗുഹാജീവിതത്തിൽ നിന്ന് ദാവീദിൻ്റെ ജീവിതം. ഈ ദൈവത്തിലും അവൻ്റെ വഴികളിലുമാണ് നമ്മുടെ ആശ്രയം. അതുകൊണ്ട് ദൈവ പൈതലേ, നാം പരാജയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കും. നമുക്കറിയാം, ഇയ്യോബ് ചാരത്തിലൂടെ കഴിഞ്ഞു പോകേണ്ടി വന്നു. രട്ടിലും വെണ്ണീറിലും. വെണ്ണീറെന്ന് പറഞ്ഞാൽ ചാരമാണ്. ചാക്ക് വസ്ത്രം ധരിച്ച് അവൻ ചാരത്തിലിരുന്ന് ഉപവസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അവന് നഷ്ടപ്പെട്ടതൊക്കെ മനുഷ്യർ നോക്കുമ്പോൾ അവന് താഴ്ച ഭവിച്ചു. അവൻ ലജ്ജിതനും നിന്ദിതനുമായി മാറി. ഒരു നികൃഷ്ട ജീവിയെപ്പോലെ അവർ അവനെ കാണുവാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തിൽ നിന്ന് നാട്യം ബഹിർഗമിച്ചു. എന്നാൽ ദൈവം അവനെ കരം പിടിച്ചു ഉയർത്തി. ദൈവത്തിൻ്റെ വഴികൾ ശ്രേഷ്ഠമാണ്. അവന് മുമ്പുണ്ടായിരുന്നതിലും ഉന്നതമായ അവസ്ഥയിലേക്ക് ഇയ്യോബിനെ ദൈവം വഴി നടത്തി. എൻ്റെ വഴി നിങ്ങളുടെ വഴികളേക്കാൾ ഉന്നതമാണ്. എൻ്റെ ചിന്ത നിങ്ങളുടെ ചിന്തയേക്കാൾ ഉന്നതമാണ്. അതാണ് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്. ഈ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. നമ്മുടെ ചെറിയ ബുദ്ധിയിലല്ല നമ്മുടെ ആശ്രയം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്നാ കർത്താവ് പറയാൻ. എന്ന് പറഞ്ഞാൽ അതിനെ അളക്കാനൊക്കത്തില്ല. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം നമുക്ക് എഴുതി വെക്കാനൊക്കത്തില്ല, കണ്ടുപിടിക്കാനൊക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ഉയർന്നത് അല്ലെങ്കിൽ അകന്നിരിക്കുന്നത് എന്ന് തോന്നുന്ന അവസ്ഥ മാറ്റി നിന്നെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്, മതിയായവനാണ് എന്ന് തിരുവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. സ്തോത്രം. മനുഷ്യർക്ക് പറ്റി എനിക്കൊരു പിഴവ് പറ്റി, ആ പിഴവിലൂടെ ഞാനത് പഠിച്ചു എന്ന് പറയുന്നവരുണ്ട്. ഒരു തെറ്റ് പറ്റി, അതിലൂടെ ഞാൻ ഒരു പാഠം പഠിച്ചു. ഹല്ലേലൂയ. എന്നാൽ അതുപോലെ നമ്മൾ പറയും, ഞാനത് പ്രതീക്ഷിച്ചില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല വന്നത്,
എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന് പറയാൻ പറ്റുമോ? ഒരിക്കലെങ്കിലും പറയുമോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല പറ്റിയെന്ന്? ഒരിക്കലുമില്ല. അവൻ പ്രതീക്ഷിച്ചതുപോലെ നടക്കും, അവൻ ചിന്തിക്കുന്നത് പോലെ നടക്കും. ദൈവം പിഴവ് പറ്റുന്നവനല്ല. മനുഷ്യൻ പിഴവ് പറ്റി ജ്ഞാനം പ്രാപിക്കുമ്പോൾ ദൈവം പിഴവുകളില്ലാതെ അവൻ വിവേകിയായിരിക്കുന്നു, ജ്ഞാനിയായിരിക്കുന്നു. അവൻ്റെ വിവേകത്തിന് യാതൊരു അന്തവുമില്ല എന്ന് തിരുവചനം പറയുന്നു. അവൻ്റെ സിംഹാസനം കരുണയിൽ ഉയർന്നതാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പറയും നമുക്ക് കരുണയുണ്ടെന്നൊക്കെ. പക്ഷെ അതിനൊക്കെ എന്തുണ്ട്? ഒരു ലിമിറ്റേഷനുണ്ട്. നമ്മുടെ കരുണയ്ക്ക് ലിമിറ്റുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അല്ലെ കരുണയ്ക്ക് ലിമിറ്റില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പറയും ഞാൻ ക്ഷമിച്ചു, പിന്നെ ഞാൻ ക്ഷമിച്ചു. ആ ക്ഷമയ്ക്കൊരു അതിരുണ്ട്, ഒരളവുണ്ട്. എന്നാൽ ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് അങ്ങനെയല്ല. നാം കഠിന പാപികളും ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടവരും പിശാചിൻ്റെ പിടിയിലായിരുന്നവരുമായെങ്കിൽ അതിൽ നിന്ന് വിടുതൽ തരുവാൻ സ്വർഗത്തിൻ്റെ മഹിമയെ വിട്ട് താണ ഭൂമിയിലേക്ക് വന്ന് അവസാനത്തോളം രക്തം വരെ ഊറ്റി തന്ന് നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയവനാണ് നമ്മോട് കരുണ കാട്ടുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ്റെ കരുണ എത്ര വലുത്, അവൻ്റെ ക്ഷമ എത്ര വലുത്. യെശയ്യാ പ്രവചനം നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഭാഗം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു. യെശയ്യാ 55:7 പറയുന്നു, അവൻ അവരോട് കരുണ കാണിക്കും, നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളമായി ക്ഷമിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് നാം തിരിഞ്ഞാൽ അവൻ ധാരാളമായി നമ്മോട് ക്ഷമിക്കുമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ആകാശത്തേക്കാൾ സ്വർഗത്തേക്കാൾ ഉയർന്ന ചിന്തകളുള്ളവനാണ് ദൈവം. നമ്മുടെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്. ഹല്ലേലൂയ. നമ്മോട് നമ്മുടെ പാപങ്ങളെ യഥാർത്ഥമായി ക്ഷമിച്ച് ദൈവ മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ കരുണയ്ക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ വഴികൾക്കും മാത്രമേ സാധിക്കൂ. നമ്മുടെ പദ്ധതികൾക്കൊന്നും സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറയുകയുണ്ടായി, വിനയം. ദൈവം വിനയം കാട്ടിത്തന്നു. തേജോപൂർണനായി അടുത്തുകൂടാത്ത പ്രഭയിൽ ദിവസിച്ചവനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനായി വന്നത് തന്നെ വിനയമാണ്, താഴ്മയാണ്. ക്രൂശ് മരണം നമുക്ക് വേണ്ടി സഹിച്ചത് വിനയമാണ്. ആ വിനയത്തിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചുവെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലും വിനയാന്വിതരായിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് കാക്ഷിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് സംവാദം ചെയ്യുവാനല്ല, അവനെ തുറന്ന ഹൃദയത്തോട് ആരാധിക്കാനാണ് നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. സ്തുതികൾക്ക് യോഗ്യനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്, സകല പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനാണ്. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ 10-ാം വാക്യത്തിൽ പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സ്തോത്രം. നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ്, നമ്മുടെ കർത്താവ് ദയയുള്ളവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ യെശയ്യാ പ്രവചനം 55:7 പറയുന്നത് മടങ്ങി വരിക എന്നുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. ഏത് സാഹചര്യത്തിലും ദൈവം മനുഷ്യനെ വിളിക്കുന്ന യു കം റിപ്പന്റ്, കം ക്ലോസ് ടു മീ. നമ്മെ തന്നിലേക്ക് അണയിച്ചുകൊണ്ട്, തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങി നാം ഇരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും, നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം തന്നെയാണ് കർത്താവ് തരുന്നത്. അനുഗ്രഹം പല വിധത്തിലാണ്. ഭൗമികമായ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും 10 പൈസയ്ക്ക് അത്യാവശ്യമുള്ളവർക്ക് പൈസ ഇല്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കുന്നത്? അപ്പോൾ മെറ്റീരിയലായിട്ടുള്ള അനുഗ്രഹം വേണമെന്ന് ചോദിച്ചാൽ വേണം. നമ്മളൊക്കെ ചിലരൊക്കെ അത് ഓളത്തിന് പ്രസംഗിച്ചു പോകുമ്പോൾ നമ്മൾ സ്വർഗീയമായത് കാക്ഷിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉടയാടക, വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജീവിതം, ഇരിക്കാനുള്ള വീട്, ഇതെല്ലാം നമുക്ക് ആവശ്യമല്ലേ? അതൊന്നും ശ്രദ്ധയില്ലാത്തവനല്ലല്ലോ ദൈവം. നമ്മൾ ചോദിച്ചില്ലേ പോലും ദൈവം അത് തരുമെന്ന് ദൈവം വാക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ പക്ഷികളെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും ദൈവം അവയ്ക്ക് വേണ്ടി കരുതുന്നു. അല്പവിശ്വാസികളെ, അവയേക്കാൾ നിങ്ങൾ അത്ര വിലയേറിയവർ, എത്ര വ്യത്യസ്തർ, ഉന്നതമായവർ, ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ളവർ. നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയമായിട്ടുള്ളത് മാത്രമേ പറയൂ. അല്ലാത്തപ്പം നമ്മൾ അതും പറയും. നമ്മൾക്ക് രോഗം വന്നാൽ നമുക്ക് സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അത് ആത്മീയമാണോ? അത് ഭൗമികമാണല്ലോ. നമ്മുടെ വസ്ത്രമില്ല ഏത്ത അവസ്ഥയിൽ വസ്ത്രം കിട്ടാൻ നമ്മൾ അത്ര പേര്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
അങ്ങനെ ഭൗമികമായ ആവശ്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് ദൈവത്തിന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് അറിയാം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞാൽ ഗീവ് us അവർ ഡെയിലി നീഡ്സ്. നമ്മുടെ നിത്യേനയുള്ള ആവശ്യങ്ങളെ കർത്താവെ മീറ്റ് ചെയ്യണമേ. അത് ആത്മീയം മാത്രമല്ല, അതിനകത്ത് ആത്മീയമുണ്ട്, ഭൗമികമുണ്ട്, മാനസികമുണ്ട്. എല്ലാ തലത്തിലും നാം അനുഗ്രഹീതരായിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, എൻ്റെ പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ, നമ്മുടെ ആത്മാവിൻ്റെ ഉന്മേഷം, വളർച്ച, ഇതെല്ലാം നന്നായി പോകണമെന്നുള്ള ഒരു ആഗ്രഹം ദൈവത്തിനുണ്ട്. അതിനാണ് ശാലോം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ദൈവഹിതത്തിനെയാണ് ശാലോം എന്നുള്ള പദത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. നാം എല്ലാ വിധേനയും അനുഗ്രഹീതരായിരിക്കാൻ ഈ പുതുവർഷം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ശാരീരികമായ, മാനസികമായ, നമ്മുടെ ആത്മീയമായ വളർച്ച, മുന്നേറ്റം ദൈവം നമ്മിൽ നിന്ന് കാക്ഷിക്കുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം ദൈവവചനത്തെ അനുസരിക്കണം. നമ്മൾ പലരും അഭിമാനത്തോടെ പറയും, ഞാൻ വചനം വായിച്ചു ഒരു പ്രാവശ്യം, അല്ലെ വചനം കേട്ടു ഒരു പ്രാവശ്യം. ഞാനും പറഞ്ഞു, ആ കേട്ടത് കൊണ്ട് എന്താ ഗുണം, വായിച്ചത് കൊണ്ട് എന്താ ഗുണം? അത് അനുസരണത്തിലും ജീവിതത്തിലും കൊണ്ടുവരുന്നില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ തിരുവചനം വായിക്കുക മാത്രമല്ല, അതിനെ അനുസരിക്കാൻ പഠിക്കണം. നാം ആരാധനയോടെ ദൈവസന്നിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ അവന് സ്തുതി കരയറ്റണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞല്ല സ്തോത്രം പറയിക്കേണ്ടത്. അത് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് കടന്നു വരികയും ഹേമം കൂടാതെ മറ്റുള്ളവർ പറയാതെ തന്നെ ആ ദൈവത്തെ സ്തുതി കരയറ്റുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നിറഞ്ഞ നന്ദി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നമ്മൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അല്പമായിട്ട് അനുസരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുഴുവനായി നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഭൗമിക ആവശ്യങ്ങളൊക്കെ കർത്താവ് കരുതിക്കൊള്ളും. നമ്മുടെ മാനസിക സ്വസ്ഥത, പീസ് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ നാം എല്ലാ വിധേനയും ശുഭമായിരിക്കുമ്പോൾ തന്നെ ദൈവിക ശുശ്രൂഷയിൽ മുന്നേറുക. ഈ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ചിലതായിരിക്കുന്ന ഇത് സുവിശേഷകർക്കോ പാസ്റ്റേഴ്സിനോ മാത്രമേ ഉള്ളൂ എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ശുശ്രൂഷ എന്ന് ഉദ്ദേശിക്കുന്നത് പുരോഹിതന്മാരിൽ നിന്നാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്ന് ദൈവം പറയുമ്പോൾ, രാജകീയ പുരോഹിത വർഗം എന്ന് ദൈവം പറയുമ്പോൾ, നമ്മെ മൊത്തമായി ഒരു പുരോഹിത വൃന്ദമായി ദൈവം കാണുന്നു. നമ്മെ മുഴുവനായി ഒരു പുരോഹിത വൃന്ദമായി, പുരോഹിതരായി ദൈവം കാണുന്നു. ഒരു പുരോഹിതന് 1-2 ഡ്യൂട്ടിയുണ്ട്. മെയിൻലി ഒന്ന്, ഒരു പുരോഹിതൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്ത് ആ പൊസിഷനിൽ ആരെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിനെ ജനത്തിന് കൊടുക്കുക. അതാണ് പുരോഹിതൻ്റെ ഒരു ഡ്യൂട്ടി. വേറൊരു ഡ്യൂട്ടി, ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രജകൾക്ക് വേണ്ടി ദൈവത്തോട് ആവശ്യങ്ങൾ അറിയിക്കുക. അപ്പോൾ ഒരു മിഡിൽ മാനായിട്ട് ആ ശുശ്രൂഷ ചെയ്യുകയാണ്. അതാണ് പുരോഹിതൻ്റെ ഡ്യൂട്ടി. പഴയ നിയമത്തിൽ അതാ ചെയ്ത യാഗങ്ങളിലൂടെയും മറ്റും. ഈ പുതിയ നിയമത്തിൽ നമ്മെ ഒരു പുരോഹിത വൃന്ദമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവസന്നിധിയിൽ സമയം ചിലവഴിച്ച് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുക. ഞാനിന്ന് രാവിലെ ഡിവോഷൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില വചനഭാഗമായിട്ട് നമ്മൾ ഇരിക്കണം. ദൈവം നമ്മോട് ഇടപെടാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം, സമയം ചിലവഴിക്കണം. അപ്പം ദൈവം നമ്മോട് ഇടപെടും. ഹല്ലേലൂയ. വചനം നമ്മോട് ഇടപെടും. കേവലം വായിച്ചു പോകുകയല്ല, ധ്യാനിച്ചു പോകണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. അതുപോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിത വൃന്ദമായി, രക്ഷിക്കപ്പെടാത്ത മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷാനിർണയത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനുള്ള വലിയ ദൗത്യം,
വലിയൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ സ്വന്തം കുടുംബങ്ങളിൽ തന്നെ രക്ഷിക്കപ്പെടാത്തവരുണ്ടല്ലോ. നമ്മൾ അറിയുന്ന എത്രയോ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥരായി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. ദൈവം നമ്മളിലൂടെ അല്ലെങ്കിൽ തന്നെ ദൈവം മറ്റിലൂടെ അതിനിടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പരമോന്നതമായ ചിന്ത ക്രിസ്തുവിലായിരിക്കണം. പിതാവാം ദൈവം പുത്രനെ നമുക്ക് വേണ്ടി തന്നു എന്ന് യോഹന്നാൻ 3:16 പറയുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിപ്പാൻ. അപ്പോൾ ഈ പുത്രനെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് വേണം മാനവരാശിയുടെ ജീവിതം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ബൈബിൾ സ്റ്റഡിയിലൂടെ കേട്ടതുപോലെ ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ് പീലാത്തോസ്, ഇവനെ എന്ത് ചെയ്യണം? ജനം എന്ത് പറഞ്ഞു? അവനെ ക്രൂശിക്കണം. ഹല്ലേലൂയ. എന്നാൽ അവനെ ക്രൂശിക്കണമെന്ന് ജനം ആക്രോശിച്ചെങ്കിലും ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണ്? ഈ ക്രൂശിതനാകുന്നവനിലൂടെ ലോകത്തെ രക്ഷിക്കുക. അപ്പം ദൈവത്തിൻ്റെ വഴി മനുഷ്യൻ്റെ വഴികൾക്ക് ഉന്നതമാണ്. മനുഷ്യൻ്റെ വഴി യേശുവിനെ ക്രൂശിപ്പിക്കുക, അവനെ ഒടുക്കുക, അവനെ കൊല്ലുക, അവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണെങ്കിൽ ദൈവത്തിൻ്റെ വഴി അവനിലൂടെ ലോകത്തെ രക്ഷിക്കുക, മാനവരാശിക്ക് വീണ്ടും ജന്മം ലഭിക്കുക. ഇതാണ് കർത്താവിൻ്റെ പരിപാടി. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാൽവറി ക്രൂസിൽ നഗ്നനായോ കിടക്കുന്ന യേശുവിനെ കണ്ടതുകൊണ്ട് മനുഷ്യർ ചിന്തിച്ചു, ഇവൻ ദൗർബല്യവാനായി, ഇവൻ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, ഭൂതങ്ങളെയൊക്കെ വിട്ടു, മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചു, വേണ്ട ഇപ്പോൾ ബലഹീനനായിട്ട് ദൗർബല്യമുള്ളവനായി ക്രൂശി കിടക്കുന്നു. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? തൻ്റെ സർവശക്തി, തൻ്റെ സർവജ്ഞാനം, തൻ്റെ വിവേകം ക്രൂശിലൂടെ വെളിപ്പെടുത്തി നഷ്ടപ്പെട്ട മാനവരാശിക്ക് രക്ഷ നൽകുന്നതിലൂടെ. അവൻ്റെ വഴികൾ നമ്മുടെ മനുഷ്യൻ്റെ വഴികളിലും എത്ര ഉന്നതമായതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത്, നീതിയും കരുണയും തമ്മിൽ കൂടിച്ചേരുന്നു. നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ്യസ്നെസ്, കരുണ, ഗ്രേസ്, ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്ന ഒരിടം യേശുവിൻ്റെ ക്രൂശിലല്ലാതെ വേറൊന്ന് കമ്പയർ ചെയ്യാനില്ല. ദൈവത്തിൻ്റെ റൈറ്റ്യസ്നെസ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, ആ റൈറ്റ്യസ്നെസ് അത് ക്രൂശിൽ നിറവേറി. മാനവരാശിയുടെ പാപത്തെ ഏറ്റുകൊണ്ട് യേശു ക്രൂശിതനായി. അവനിൽ വിശ്വസിക്കുന്നവർക്കോട് കരുണ കാട്ടിക്കൊണ്ട് അവർക്ക് രക്ഷ, ആ ഗ്രേസ്, നിത്യജീവനെ വാഗ്ദത്തം ചെയ്യുന്നു. അതാണ് നമ്മൾ ക്രൂശിൽ കാണുന്ന മറ്റൊരു കാര്യം. വേറൊരു വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധിയും സ്നേഹവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധി, നമ്മുടെ കർത്താവ് നിത്യത മുതൽ ബേത്ലഹേം വരെ വിശുദ്ധനായിരുന്നു. ബേത്ലഹേം തൊട്ട് ക്രൂശ് വരെ താൻ വിശുദ്ധനായിരുന്നു. ഇന്നും അവൻ വിശുദ്ധനായി നിലകൊള്ളുന്നു. ആ വിശുദ്ധിയും സ്നേഹവും തമ്മിൽ യോജിച്ച് മാനവരാശിക്ക് ആ സ്നേഹത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ സ്ഥലമാണ് കാൽവറി ക്രൂശ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് ഒരു സാക്രിഫൈസായി തീരുന്ന അവസ്ഥയാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. സ്വർഗം താണിറങ്ങി ഭൂമിയിലേക്ക് വന്ന് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇല്ലാതാകുന്ന അഥവാ സ്വയം അർപ്പിച്ചുകൊണ്ട് ജീവനെ നൽകുന്ന അവസ്ഥയാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. ഈ ക്രിസ്തുവിൻ്റെ പദ്ധതി, അവൻ്റെ വഴികൾ, അവൻ്റെ വിചാരങ്ങൾ മനുഷ്യൻ്റെ വിചാരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വലുത്. മനുഷ്യൻ്റെ വിചാരങ്ങൾ ശുഷ്കമായത്, നിസ്സാരമായത്, സങ്കുചിതമായത് എങ്കിൽ ദൈവം വിശാലമായ വഴിയെ തുറന്നുകൊണ്ട് സകല ഭൂസീമാവാസികൾക്കും രക്ഷ ലഭിപ്പാൻ തുറന്ന വാതിലാണ് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളെക്കാൾ വലുതാണ്, ഉന്നതമാണ്. അപ്പോൾ ഈ സ്വർഗത്തേക്കാൾ ഉന്നതമായ ദൈവിക ജ്ഞാനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന രക്ഷ, അതിനെ പ്രാപിച്ചുകൊണ്ട് വിനയാന്വിതരായി ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കും. അല്ലല്ലേ, ഈ ക്രിസ്തുവിനെ വേണ്ടാന്ന് വെക്കുന്നത് എന്താണെന്ന് വേണം അറിയാമോ? അവർ ചിന്തിക്കുകയാണ്, ഞങ്ങൾ ദൈവത്തേക്കാൾ വലിയവരാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് യേശുവിനെ വേണ്ട എന്ന് വെക്കുന്നത്. ദൈവം മാനവരാശിക്ക് വേണ്ടി രക്ഷയൊരുക്കി, രക്ഷാ പദ്ധതി ഒരുക്കി, ആ സന്ദേശം നൽകി, യാഗമായി തീർന്നു. അവനെ വേണ്ട എന്ന് വെക്കുന്നത് അഹങ്കാരമാണ്.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ താഴ്മയും വിനയമുള്ളവരായി ഈ കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ ലൂടെ ലഭിക്കുന്ന രക്ഷ, സൗജന്യമായി ലഭിക്കുന്ന രക്ഷ, അവൻ നമ്മെ വഴി നടത്തും ജീവകാലം മുഴുവൻ. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ വഴി മനുഷ്യൻ്റെ വഴികളിലും അവൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ ചിന്തകളിലും ഉന്നതമായിരിക്കുന്നതുകൊണ്ട് നമ്മൾ കർത്താവിന് കീഴടങ്ങി വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ ഈ ലോകത്തിൽ ജീവിതം നയിക്കാം. ദൈവം ഈ പുതുവർഷത്തിൽ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.